ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെയും സുഖം തന്നെ കേട്ടോ. ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇത് വിഷുവിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. വിഷു കഴിഞ്ഞതിന് ശേഷം എനിക്ക് ജലദോഷവും പനിയൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായി. ഇന്നിപ്പോൾ കുറച്ച് ഭേദമായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു വീഡിയോ എടുത്ത് ഇടാമെന്ന് വിചാരിച്ചു. ഒരുപാട് പേരായി വിളിച്ച്, നമ്പർ കയ്യിലുള്ള ആൾക്കാരൊക്കെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്, എന്താണ് വീഡിയോ കാണാത്തത്, ഷോർട്ട് മാത്രമല്ലേ ഉള്ളൂ, എന്ത് പറ്റി, എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ചോദിക്കുന്നുണ്ട്. ചിലരൊക്കെ കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ട്. തീരെ വയ്യാഞ്ഞിട്ടാണ് വീഡിയോ ഒന്നും ഇടാതിരുന്നത്. കഫക്കെട്ടൊക്കെ കൂടെ ആയിട്ട് ആകെ ബുദ്ധിമുട്ടായിപ്പോയി. എന്നാലും മാറിയിട്ടൊന്നുമില്ല, എങ്കിലും കുറച്ച് ഭേദമുണ്ട്. ഭയങ്കര ക്ഷീണവും ഒക്കെ കൂടെ ആയിരുന്നു. ഇത് കൂടാൻ കാരണം ഉണ്ടായത് കുറച്ച് പനിയും എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ അത്ര കാര്യമാക്കിയില്ല. പിന്നെ വീട്ടു ജോലികളും വിഷുവൊക്കെ ആകുമ്പോൾ അറിയാലോ, അതിൻ്റെതായ കുറേ ജോലികൾ തലേ ദിവസവും അതിൻ്റെ മുന്നേ ദിവസങ്ങളിലൊക്കെ ആയിട്ട് എടുക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് 2 യാത്രയും പോയി. വിഷു കഴിഞ്ഞതിന് ശേഷം ഒരു ബന്ധു വയ്യാതെ കിടക്കുന്നുണ്ട്, അവരെ കാണാൻ വേണ്ടിയിട്ടൊന്ന് പോയി. പിന്നെ ഉണ്ണേട്ടൻ്റെ അനിയത്തിയുടെ വീട് വരെ അങ്ങനെയൊന്ന് പോയി. അപ്പോൾ ഈ 2 യാത്രകളും കൂടി കഴിഞ്ഞ് വന്നപ്പോഴേക്കും എനിക്ക് തീരെ വയ്യാതായി. പനി കൂടി, കഫക്കെട്ട് കൂടി, അങ്ങനെ ബുദ്ധിമുട്ടായി. അപ്പോൾ ഇന്ന് കുറച്ച് ഭേദമുണ്ട്. 2 പ്രാവശ്യം ഡോക്ടറെയൊക്കെ കണ്ടു, കുറച്ച് ഭേദമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഇതുവരെയുള്ള ദിവസങ്ങൾ കടന്നു പോയത്. അപ്പോൾ നമുക്ക് വിഷു വിശേഷങ്ങളിലേക്ക് പോവാം കേട്ടോ. 3:30 തന്നെ എണീറ്റ് കണി കണ്ടു കേട്ടോ. അതിനുശേഷം വിഷു കൈനീട്ടമൊക്കെ കിട്ടി. എനിക്കും മക്കൾക്കൊക്കെ വിഷു കൈനീട്ടം തന്നു. അതിനുശേഷം ഞങ്ങൾ കണിയൊക്കെ പുറത്തൊക്കെ കൊണ്ടുപോയി കാണിച്ചു. പിന്നെ കുറേ പടക്കമൊക്കെ പൊട്ടിച്ചു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് അടുക്കളയിൽ കഷ്ണങ്ങളൊക്കെ മുറിച്ച് വയ്ക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്പലത്തിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ അടുത്തുള്ള ഭഗവതി ക്ഷേത്രത്തിലാണ്. അന്ന് വിഷു ആയതുകൊണ്ട് പൂജ ഉണ്ടായിരുന്നു. അത് തൊഴുകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ പോകുന്ന ഭാഗത്തുള്ള കാഴ്ചകളാണ് കേട്ടോ. അങ്ങനെ നല്ലൊരു ഉൾപ്രദേശത്താണ് അമ്പലം. നല്ലൊരു മുകളിൽ ഭാഗത്തായിട്ടാണ്, നല്ല ഉയരത്തേക്ക് ഇങ്ങനെ കയറിപ്പോയിക്കൊണ്ടിരിക്കണം, അവിടെയാണ് അമ്പലം. അപ്പോൾ ഞാൻ അമ്പലത്തിലെ പൂജയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വീഡിയോ ഉണ്ട്. അമ്പലത്തിൻ്റെ അവിടുത്തെ വീഡിയോ ഒന്നും എടുത്തില്ല. ഞാൻ എത്തിയപ്പോഴേക്കും നട അടയ്ക്കാറായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പോൾ വീഡിയോ ഒന്നും കൂടുതലൊന്നും എടുത്തില്ല. പിന്നെ അപ്പം ഞങ്ങൾ പ്രസാദമൊക്കെ കിട്ടി ഇങ്ങനെ തിരിച്ചു പോരുകയാണ്. ഉണ്ണേടൻ്റെ അനിയൻ്റെ വൈഫാണ് കേട്ടോ. ഞങ്ങൾ 2 പേരും കൂടി തിരിച്ചു പോരുകയാണ്. അപ്പോൾ കുറേ വീഡിയോ എനിക്ക് ഇനിയുള്ള കുറച്ച് വീഡിയോസൊക്കെ എനിക്ക് അവളാണ് കേട്ടോ എടുത്ത് തന്നത്. ഞാൻ എവിടെ പോയാലും ആരെ കൊണ്ടെങ്കിലുമൊക്കെ വീഡിയോ എടുപ്പിക്കലാണ് പതിവ് കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് വീഡിയോഗ്രാഫറൊന്നും ഇല്ല. എൻ്റെ മോൻ കൂടെ ഉണ്ടെങ്കിൽ അവൻ എടുത്തു തരും, ഇല്ലെങ്കിൽ ഞാൻ ആരെ കൊണ്ടെങ്കിലുമൊക്കെ വീഡിയോ എടുപ്പിക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കും, അവരതുപോലെയൊക്കെ എടുത്തു തരും. അങ്ങനെയൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. പയ്യന്മാരൊക്കെ ആണെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് അറിയും. അല്ലാത്തവർക്കൊക്കെ ഇങ്ങനെ എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറഞ്ഞു കൊടുക്കും, അവരതുപോലെയൊക്കെ എടുത്തു തരും. അപ്പോൾ അമ്പലത്തിലൊക്കെ തൊഴലൊക്കെ കഴിഞ്ഞ് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് അവിടുന്ന് ഇങ്ങനെ പോകുന്നു. ഇന്ന് അമ്പലത്തിൽ പ്രഭാത ഭക്ഷണം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വിഷു ആയതുകൊണ്ട് ആണ് അമ്പലമൊന്നും കാണിക്കാതിരുന്നത്. ഞാൻ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അമ്പലമൊന്നും ആയിട്ടില്ല, ചെറിയ ഒരു മണ്ഡപം പോലെ ആയിട്ടേ ഉള്ളൂ. ബാലാലയം എന്ന് പറയും, അങ്ങനെ ആയിട്ടേ ഉള്ളൂ. അതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. വീട്ടിലെത്തി ചായയും പലഹാരമൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ ഒന്നും വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. നീർദോശയും ചട്നിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത് കഴിച്ചു. പിന്നെ ഇനി ഉച്ചയാകുമ്പോഴേക്ക് ഊണിനുള്ള കാര്യങ്ങൾ നോക്കണ്ടേ. ഒരുപാട് കറികളൊന്നും ഉണ്ടാക്കുന്നില്ല, എന്നാലും അത്യാവശ്യം വിഭവങ്ങളൊക്കെ തയ്യാറാക്കും വേണം. അപ്പോൾ ആൾ കുറവാണെങ്കിലും നമ്മൾ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയെടുക്കണം. അതിനുള്ള കഷ്ണങ്ങളൊക്കെ മുറിച്ച് എടുക്കും വേണ്ടേ. അപ്പോൾ ഓലനുള്ള കഷ്ണമാണ് കേട്ടോ അപ്പോൾ ഞാൻ മുറിച്ചുകൊണ്ടിരിക്കുന്നത്. ഇളവനാണ്. അതിന് നാളികേരപ്പാലും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് എടുക്കണോ. വേറെ പ്രത്യേകിച്ച് ചേരുവകളൊന്നും അതിലില്ല, ഇത്രയേ ഉള്ളൂ. പിന്നെ അവിയൽ വയ്ക്കണം, മാങ്ങാക്കറി ഉണ്ടാക്കണം, പായസം ഉണ്ടാക്കണം. പായസം പരിപ്പാണ് കേട്ടോ. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എത്ര വിഭവങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞാലും നമ്മുടെ ഇലയിൽ വിളമ്പാൻ കുറച്ചൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നെ പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇനി ഓലന് മുറിച്ച് കഴിഞ്ഞു. ഇനി അവിയലിനുള്ള കഷ്ണമാണ് ഇപ്പോൾ മുറിക്കുന്നത്. അങ്ങനെ കുറച്ച് മതി, എന്നാലും എല്ലാ കഷ്ണങ്ങളും എല്ലാതും വേണ്ടേ. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ശർക്കരപ്പേരിയും വറുത്തപ്പേരിയും ചക്ക വറുത്തതൊക്കെ വാങ്ങിയതാണ് കേട്ടോ. ചക്ക നമുക്ക് വറുക്കാൻ പറ്റുന്നതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ പിന്നെ വാങ്ങിച്ചു. ഈ വിഷുവിന് പ്രധാനമാണ് ചക്ക വറുത്തത്. മറ്റേ ഓണത്തിന് ശർക്കര വരട്ടി
ഒക്കെ പ്രധാനമുള്ളതുപോലെ തന്നെ വിഷുവിനും ചക്ക വറുത്തത് പ്രധാനമാണ്. എല്ലാതും വറുത്ത് നമുക്ക് ചേന വറുക്കാം, അങ്ങനെ എല്ലാതും വറുത്തിട്ട് ഉപയോഗിക്കാം കേട്ടോ. അതൊക്കെ ഓരോ സ്ഥലത്തും ഓരോ കാര്യങ്ങൾക്കും വ്യത്യസ്തതയും ചില കാര്യങ്ങൾക്ക് പ്രധാനമൊക്കെ ഉണ്ടായിരിക്കും. ഇവിടെ വിഷുവിന് എന്തായാലും ചക്ക വറുത്തത് നമ്മൾ ചക്ക വറ്റൽ എന്നൊക്കെ പറയില്ലേ, ആ സംഭവമാണ്. അത് വേണം. ശർക്കരപ്പേരി, വറുത്തപ്പേരി, ചക്ക വറുത്തത് എന്നൊക്കെ പറയും അങ്ങനെ. അപ്പോൾ നമ്മൾ അതൊക്കെ വാങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ പണിയൊന്നും ഇല്ല. അതൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ സമയവും പണിയൊക്കെ തന്നെയാണ്. അപ്പോൾ ആയ കഷ്ണങ്ങൾ ഇങ്ങനെ ഓരോന്നും ഞാൻ അടുപ്പിൽ വെച്ച് കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിയലിൽ ഉപ്പും മഞ്ഞളും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം അധികം ഒഴിക്കണില്ല, അങ്ങനെ ആവിക്ക് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് കുഴഞ്ഞ് പോവാതെയൊക്കെ ഇരിക്കുള്ളൂ. അപ്പോൾ ഒരടുപ്പിൽ സാമ്പാറും ആവാനായിട്ടുണ്ട്. ഇനി ഇതിൽ തേങ്ങ വറുത്തരയ്ക്കണം. കഷ്ണം വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി തേങ്ങ വറുത്തരച്ചും കൂടെ ചേർത്ത് തിളച്ചാൽ നമുക്ക് വാങ്ങി വയ്ക്കാം. അപ്പോൾ അതവിടെ റെഡിയായി. ഇനി ഓലൻ ആണ് കുക്കറിൽ ഒരു വിസിലിട്ടാൽ മതി കേട്ടോ, പെട്ടെന്ന് വെന്ത് കിട്ടും. അങ്ങനെ ഇനി ഒരു മാങ്ങാക്കറിയാണ് തയ്യാറാക്കണം. അതിനുള്ള മാങ്ങ മുറിക്കുകയാണ്. മാങ്ങാക്കറിക്ക് പുറമെ മാങ്ങ പെരുക്ക് എന്നുള്ളൊരു വിഭവമുണ്ട്, അതും കൂടെ തയ്യാറാക്കാം. അതിന് നാളികേരം, പച്ചമുളക്, ഉപ്പ്, കടുക് ഇത് അരച്ചെടുക്കുക. പിന്നെ കുറച്ച് മോരും ചേർക്കും. പിന്നെ കടുക് താളിക്കുക. കടുകും കറിവേപ്പിലയും ഉണക്കമുളകും കൂടി വറവ് ചേർക്കുക. അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കും. കഷ്ണമൊക്കെ മുറിച്ചായി കിട്ടിയ പെട്ടെന്ന് പാചകം ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊക്കെ ഒരുവിധം സംഭവങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതായതുകൊണ്ട് അതൊന്നും ഒരു ബുദ്ധിമുട്ടൊന്നുമല്ല. എനിക്ക് പാചകം ഒരു ബുദ്ധിമുട്ടുള്ള സംഭവമൊന്നുമല്ല. ഞാൻ ഒറ്റയ്ക്കായാലും ഒക്കെ പെട്ടെന്ന് റെഡിയാക്കിയൊക്കെ എടുക്കും. അങ്ങനെ ഓടി നടന്നതുകൊണ്ടാണ് ഇങ്ങനെ പനി ഒക്കെ വന്നത് എന്ന് പറയും ഉണ്ണേട്ടൻ. എന്തെങ്കിലും കാര്യം വരുമ്പോൾ ഒരു റെസ്റ്റില്ലാതെ ഓടും. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം വെയ്യാണ്ടാവും എന്നൊക്കെ ഉണ്ണേട്ടൻ അങ്ങനെ പരാതിയും പറയും കേട്ടോ. കാരണം അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടല്ലേ. ജോലിക്ക് പോകാനുള്ള ആളാണ്. രാവിലെ സമയത്തിനെല്ലാം ആക്കി കൊടുക്കാൻ നമുക്ക് വയ്യാതിരുന്നതൊന്നും കൃത്യമായിട്ട് നടക്കില്ലല്ലോ. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളാണ്. അപ്പോൾ എന്തായാലും പരിപ്പ് പായസത്തിനുള്ള പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ശർക്കരയും എടുത്ത് വെച്ചിട്ടുണ്ട്. പരിപ്പ് അടുപ്പിൽ വേവാനായിട്ടുണ്ട്. ശർക്കര ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നന്നായി ഒന്ന് കുറുക്കിയെടുക്കുക. കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത് ചേർത്തും ചെയ്യുക. അപ്പോൾ നമ്മുടെ പായസം റെഡിയാവും. അപ്പോൾ നന്നായി കുറുകിയിട്ടുണ്ട്. ഇനി അത് വറുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാൻ മതി. അത് വറവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ആദ്യം വിളക്കുങ്ങൽ വിളമ്പുക എന്നുള്ളൊരു ചടങ്ങുണ്ട് കേട്ടോ. ആദ്യം ഭഗവാന് വിളമ്പുക, അതിനാണ് അങ്ങനെ പറയുന്നത്. നിലവിളക്കൊക്കെ കൊളുത്തിയിട്ട് ഇലയിട്ട് അതിൽ ഭഗവാന് സദ്യ വിളമ്പുന്ന ചടങ്ങാണ്. അപ്പോൾ ആദ്യം ഭഗവാന് വിളമ്പിയിട്ടാണ് മറ്റ് ഇലകളിലൊക്കെ ഭക്ഷണം വിളമ്പുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ അത് ചെയ്യട്ടെ. ഉപ്പ് വിളമ്പിയതിന് ശേഷമാണ് കേട്ടോ മറ്റ് വിഭവങ്ങളൊക്കെ വിളമ്പുന്നത്. അങ്ങനെ ഞാൻ എല്ലാ വിഭവങ്ങളും വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഞാൻ മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കാരണം ഇവിടുന്ന് വിളമ്പിക്കഴിഞ്ഞാൽ ഇനി അടുത്തത് മേശയിൽ വിളമ്പാനുള്ളതല്ലേ. അപ്പോൾ പെട്ടെന്ന് അവിടുന്ന് എടുക്കാനും വെക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടി ഒരു എഡിറ്റിങ്ങിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവൻ പറഞ്ഞു ഞാൻ കൂടി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവന് ഒരു ഫയൽ കൊടുക്കാൻ അർജൻറ്റായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉണ്ണേട്ടൻ പറഞ്ഞു ഞാൻ വിളമ്പാന്ന് പറഞ്ഞിട്ട് ഉണ്ണേട്ടനോട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിളക്കിങ്ങനെ വിളമ്പിക്കഴിഞ്ഞാൽ ഉണ്ണേട്ടൻ മേശപ്പുറത്ത് വിളമ്പാനൊക്കെ ഉണ്ണേട്ടൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം വിളമ്പിക്കഴിഞ്ഞാൽ ചോറ് വിളമ്പി, സാമ്പാർ, മോര് കൂടെ ഒക്കെ വിളമ്പിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. സദ്യ ഒരുക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് അത് വിളമ്പി റെഡിയാക്കൽ അല്ലേ. കാരണം ഒന്നോ രണ്ടോ വിഭവമൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് പ്ലേറ്റിലൊക്കെ ആണെങ്കിൽ വിളമ്പെടുക്കാം. ഇത് ഇലയിട്ടൊക്കെ വിളമ്പുമ്പോൾ എല്ലാം ഇലയ്ക്കൊക്കെ ഓരോ ഇന്ന സ്ഥലത്ത് വിളമ്പണം എന്നൊക്കെയുള്ള കണക്കൊക്കെ ഉണ്ട്. അപ്പോൾ സദ്യ ആകുമ്പോൾ നമ്മൾ അതൊക്കെ കൃത്യമായിട്ട് പാലിക്കണ്ടേ. നമ്മളെ വീട്ടിലാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി വിളമ്പണമെന്നൊന്നും ശരിയല്ലല്ലോ. വിശേഷ ദിവസങ്ങളിൽ അതൊക്കെ നമ്മൾ നോക്കണം. അപ്പോൾ എനിക്ക് തോന്നും പാചകം ആണ് എളുപ്പം, വിളമ്പലല്ല. വിളമ്പൽ കുറച്ച് പ്രയാസം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കും. അപ്പോൾ എന്തായാലും ഭഗവാനുള്ള വിളമ്പൽ കഴിഞ്ഞു. ഇനി ഭഗവാനെ കൂട്ടുന്നൊരിതുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ചെയ്യട്ടെ. പിന്നെ ഉണ്ണേട്ടൻ അപ്പോഴേക്കും മേശപ്പുറത്ത് ഞാൻ ഭഗവാനുള്ള ഊട്ട് നടത്തിയപ്പോഴേക്ക് ഉണ്ണേട്ടൻ വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ട്.
ഞാൻ പറഞ്ഞു ഒരുപാട് വിഭവങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, എന്നാലും അത്യാവശ്യം വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ പെട്ടെന്ന് എങ്ങനെ റെഡിയാക്കിയെന്ന് ചോദിച്ചാൽ ഞാൻ 10 മണിയായിട്ടുണ്ട് പാചകം തുടങ്ങിയപ്പോൾ. ചായയൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ കൂടി എനിക്ക് എടുത്തത്. ഞാൻ അമ്പലത്തിൽ നിന്ന് വന്ന് അതിന് ശേഷം അവൻ കുറച്ച് ഫോട്ടോസൊക്കെ എനിക്ക് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. അതാണ് നിങ്ങൾ ഇതിന് 2-3 ദിവസമൊക്കെ മുന്നേ ഞാനിട്ട ഷോട്ടിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവനെ കിട്ടുമ്പോഴും പിന്നെ ഞാൻ അങ്ങനെ ഒരു സെറ്റ് സാരിയുടെ ഡ്രസ്സ് ചെയ്ത് നിൽക്കുന്നപ്പോഴൊക്കെ എല്ലാം എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ 5 മിനിറ്റ് വൈകിയാലും വേണ്ടിയില്ല, ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നോക്കാം എന്ന് വിചാരിച്ചു. പിന്നെ നമുക്കിന്ന് ഗസ്റ്റായിട്ട് ആരും വരാനൊന്നുമില്ല കേട്ടോ. നമുക്ക് സാധാരണ ഞങ്ങൾക്ക് വീട്ടിൽ പോകാനുണ്ടാവാറുണ്ട്, എൻ്റെ വീട്ടിൽ പോവാറുണ്ട് വൈകുന്നേരത്ത്. പക്ഷേ ഇപ്രാവശ്യം അച്ഛനമ്മയൊക്കെ ദുബായിലായതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല, സാവകാശം മതി. മറ്റത് ഊണൊക്കെ കഴിഞ്ഞൊരു 3 മണിയൊക്കെ ആകുമ്പോഴേക്കും വീട്ടിലേക്ക് പോകാൻ നോക്കണം. പിന്നെ ഇവിടെ ഉണ്ണേട്ടൻ്റെ അമ്മയുടെ അടുത്ത് പോവും, തറവാട്ടിൽ പോവും, അതൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ ഇപ്പോൾ ഇനി തിരക്കൊന്നുമില്ല, തറവാട്ടിൽ പോകേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ ഉണ്ണേട്ടൻ്റെ അനിയത്തിമാർ എല്ലാവരും ഇപ്പോൾ വരുന്നുണ്ട്, ചേച്ചിയൊക്കെ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അവരെയൊക്കെ കാണാം. അങ്ങനെയൊക്കെയുള്ള സന്തോഷമാണ് ഇപ്പോൾ ഇന്ന് കൂടുതലായിട്ട് ഉള്ളത്. അപ്പോൾ നമ്മുടെ വിഭവങ്ങളൊക്കെ മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചു. ഉണ്ണേട്ടൻ ഉണ്ണാൻ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടാമത് വിളമ്പി കൊടുക്കുകയാണ്. സുധി വന്നിട്ടുണ്ട്. ഉണ്ണേട്ടൻ്റെ വിളമ്പൽ കഴിഞ്ഞാൽ ഞാനിരിക്കും. അപ്പോൾ നിങ്ങളിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും, വന്നപ്പോൾ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ ഒരു പച്ച ബ്ലൗസും സെറ്റ് മുണ്ടുമാണല്ലോ കണ്ടത്, ഇപ്പോൾ മാറിയതാണല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും അല്ലേ. അത് എൻ്റെ പുതിയ സെറ്റ് മുണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനത് അടുക്കളയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും അതിലായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗിയൊക്കെ പോവില്ലേ. അപ്പോൾ ഇത് കുറച്ച് മുൻപുള്ളൊരു സെറ്റ് മുണ്ടാണ്. അപ്പോൾ ആ ബ്ലൗസും സെറ്റ് മുണ്ടും മാറ്റി ഈ ബ്ലൗസും സെറ്റ് മുണ്ടും എടുത്തു. അങ്ങനെയാണ് അപ്പോൾ ഒരു വീഡിയോയിൽ 2 സെറ്റ് മുണ്ട് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും തോന്നാം എന്തിനാണ് ഇതൊക്കെ പറയുന്നത് എന്ന് അല്ലേ. എൻ്റെ വിശേഷങ്ങൾ നിങ്ങളോടല്ലാതെ മറ്റാരോടാണ് പറയുക? ഇതൊക്കെ നിങ്ങളും അറിയണ്ടേ, ഇതൊക്കെ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ നിങ്ങളോടല്ലാതെ ഞാൻ ആരോട് ഷെയർ ചെയ്യും? എന്നെ സ്നേഹിക്കുന്ന നിങ്ങളെല്ലാവരും എന്നോടൊപ്പം സദ്യ ഉണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടി ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും വിഷുദിനാശംസകൾ.